കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശാണ് പരാതി നൽകിയത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിലും കർശന നടപടി സ്വീകരിക്കുന്നതിലും കേരള പോലീസ് പൂർണ്ണ പരാജയമെന്ന് പരാതിയിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് പരാതിയിൽ ദിനിൽ ദിനേശ് ആവശ്യപ്പെട്ടു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു. കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയത്. കാലടിയിലെ ശങ്കരന്റെ മണ്ണിൽ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI നേതൃത്വം കൊടുക്കുന്ന സ്റ്റുഡന്റ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട്, അതും ബാബറി മസ്ജിദും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. അവർ ഇതുവഴി വർഗീയ കലാപത്തിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് SFI ആ ക്യാമ്പസിലെ പാകിസ്ഥാന്റെ നാവായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ദൃക്സാക്ഷികളെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്താൽ കേരള പോലീസ് ഇതിന് നടപടി എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് യുവമോർച്ച പരാതി നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുവമോർച്ച തീരുമാനിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി.